എല്ലാം പൊങ്ങിയില്ലേ? എല്ലാം ചത്തല്ല. CMRL ഓതറൈസ്ഡ് കുഴലേക്ക് കൂടി ചുമന്ന വെള്ളം പുഴയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാതാളം റെഗുലേറ്റർ കമ്പനിയുടെ അടുത്തുള്ള ഇറിഗേഷൻ്റെ കോഴി കൂടി ചുവന്ന വെള്ളം ഒഴുകണാണ് പുഴയിലേക്ക്. പുഴ ചുമപ്പിക്കാനാണ്. എന്തുമാണോ ഞങ്ങളൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എറണാകുളം ജില്ലയിലെ ഏലൂർ എടയാർ വ്യവസായ മേഖലയ്ക്ക്, അവിടുത്തെ മനുഷ്യർക്ക്, പെരിയാറിന്, ജീവജാലങ്ങൾക്ക്, മീനുകൾക്ക്, തീരത്തിന്, ആവാസ വ്യവസ്ഥയ്ക്ക് ഇനിയും പുതിയതായ എന്തെങ്കിലും ലോകത്തോട് പറയാനുണ്ട് എന്ന് തോന്നുന്നില്ല. ശുദ്ധവായുവും ശുദ്ധജലവും അനുഭവിച്ച് ജീവിച്ചിരിക്കുക എന്ന അടിസ്ഥാന അവകാശത്തെക്കുറിച്ചല്ലാതെ. പെരിയാർ തീരത്ത് രാസവ്യവസായശാലകൾ ഉൾപ്പെടെ 286 ഫാക്ടറികളാണുള്ളത്. മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിക്കാതെ രാസമാലിന്യങ്ങളും വിഷജലവും പെരിയാറിലേക്കും വിഷപ്പുക അന്തരീക്ഷത്തിലേക്കും പെരിയാറിന്റെ തീരത്തുള്ള ഫാക്ടറികൾ തുറന്നുവിടാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. കടുങ്ങല്ലൂർ, വരാപ്പുഴ, ഏലൂർ, ചേരാനല്ലൂർ, കടമക്കുടി പഞ്ചായത്തുകളും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുമാണ് വിഷപ്പുകയുടെയും വിഷജലത്തിൻ്റെയും കെടുതികൾ നേരിട്ട് അനുഭവിക്കുന്നത്. ഈ പ്രദേശത്തെ മനുഷ്യർ തൊഴിലിനായും കുടിവെള്ളം ഉൾപ്പെടെയുള്ള ദൈനംദിന ജീവിതാവശ്യങ്ങൾക്കായും പലവിധത്തിൽ ആശ്രയിക്കുകയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പെരിയാറിനെയാണ്. രോഗാതുരരായ ജനങ്ങൾ, ഇടയ്ക്കിടെ കൂട്ടത്തോടെ ചത്തുപൊന്തുന്ന പുഴയിലെ മത്സ്യങ്ങളും നശിച്ചുപോകുന്ന ആവാസ വ്യവസ്ഥയും, ഏറ്റവും ഒടുവിൽ ഫാക്ടറികൾ തുറന്നുവിട്ട വിഷജലത്തിന്റെ കാഠിന്യത്തിൽ 2024 മെയ് 20 മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി ചത്തുപൊന്തി. പണത്തിൽ എണ്ണിയെടുക്കാൻ സാധിക്കാത്തത്ര വലിയ നഷ്ടക്കണക്കാണ് ഇവിടെ ഉണ്ടായത്. ഇവരിവിടെ പറഞ്ഞു എന്താണ് ഓക്സിജൻ അളവ് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞണ്ടിന് മുകളിൽ കയറിയിരിക്കാൻ അറിയാം, ഞണ്ട് ചാവില്ലായിരുന്നു. ഞണ്ട് 2-3 ദിവസം മുകളിൽ കയറിയിരിക്കുന്ന ആ ഞണ്ട് പോലും ചത്തുപോയി. അപ്പോൾ ഇവർ എന്തൊന്നും ഓക്സിജൻ അളവ് എന്ന് പറഞ്ഞാൽ ആരെ പറ്റിക്കാനാണ് പറയുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഞങ്ങളുടെ വന്ന് എൻ്റെ മുമ്പിലേക്ക് ഒന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ല, ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. മനസ്സിലായില്ലേ? ഈ ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുക്കണവനൊക്കെ എൻ്റെ നേരെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അത്ര രോക്ഷമുണ്ടെന്ന് അത്ര മനസ്സിലാക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. ആ വെള്ളം വന്നപ്പോൾ കറക്റ്റ് ഒരു 8 മണി 8:30 തന്നെ ഫോൺ വന്ന്, ഹിന്ദിക്കാരുണ്ടായിരുന്നു അവിടെ, എനിക്ക് പണിക്കാർ. അപ്പോൾ ഹിന്ദിക്കാരെ വിളിച്ച് പറഞ്ഞിങ്ങനെ മച്ചിലി ചാറുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ വെള്ള കളറായി, ഫുള്ള് വെള്ള കളറായി, മീനൊക്കെ അടുത്തടുത്ത് തുടങ്ങി.
അപ്പോൾ ഇവിടെ അടുത്തുള്ള ചീനവലക്കാരും ഈ പറഞ്ഞ കോരുവലക്കാരൊക്കെ വന്ന് മീൻ പിടിക്കാൻ തുടങ്ങി. പക്ഷേ അത് ഐസ് കിട്ടാത്തതുകൊണ്ട് എല്ലാവരും അങ്ങാടും ഇങ്ങോട്ടും കൊണ്ടുപോയി 70 പോകുന്നു 7 പോകുന്നു ഐസ് മേടിക്കാനായിട്ട്. ഇവിടെ നിന്ന് ഐസ് കിട്ടില്ല. 8 മണി ഇവിടെ ഐസ് കിട്ടില്ല. 10 മണി 11 മണിയായപ്പോൾ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് മീനെല്ലാം ഇവിടെ എത്തി. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഉണ്ട്. മീനെല്ലാം ചത്ത് ഒരു സൈഡിൽ ഒതുങ്ങി. അതും വലിയ വലിയ കരിമീനും ഇതൊക്കെ. എൻ്റെ കൂട്ടിൽ അത്രയും ഓക്സിജൻ ആയതുകൊണ്ടും എല്ലാ മീനിൻ്റെ അനക്കം തീർന്നു അവിടെ വെച്ച്. എന്തായാലും ഫുൾ മീൻ ചത്ത്. ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിന് ഇടയിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അത്രയും വലിയ മീനുണ്ടായിരുന്നു. 1.5 കിലോ 2 കിലോൻ്റെ കാളാഞ്ചുണ്ടായിരുന്നു. പിടിക്കാറായ ഒരു 3 കൂടെ ഉണ്ടായിരുന്നു. ഓരോ സെക്ഷനായിട്ട് ഇട്ടാണ്. അങ്ങനെ 9 കൂട്ടിലെ മീൻ ഫുള്ള് ചത്ത് തീർന്ന്. ഇപ്പോൾ ഈ മൺസൂൺ കാലം ഈ പെരിയാറിലേക്ക് അതിന് മുമ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സകല മത്സ്യങ്ങളും പെരിയാറിലേക്ക് അതിൻ്റെ ഉപ്പിൻ്റെ സാന്ദ്രത പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകും മത്സ്യങ്ങൾ സ്വാഭാവികമായിട്ടും. അവിടെ ചെന്ന് അവിടെ ഈ സമയം ഇപ്പോൾ ഈ ജൂൺ മാസങ്ങളിലൊക്കെ എല്ലാം ബ്രീഡ് ചെയ്യുന്ന സമയവും പ്രഗ്നൻസി പീരീഡാണ് ഒട്ടുമിക്ക മത്സ്യങ്ങളും. പിന്നെയും മഴ വരുമ്പോൾ ഇതെല്ലാം തിരിച്ചു പോകുന്നത്. പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ പണി കിട്ടിയാണ്. അപ്പോൾ ഇത് ഫിഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഇത് എന്താ അടിസ്ഥാനത്തിലാണ് ഇത്തരം 13 കോടി എന്നൊക്കെ പറഞ്ഞ് എന്താ അടിസ്ഥാനത്തിൽ അവർ ചെയ്തത്? അത്ര വലിയ സമ്പത്തിലുണ്ടായി പോയിക്കണേ. ഈ സമ്പത്തിനെ പറ്റി എന്ത് ധാരണയുണ്ട് സർക്കാരിനടക്കം? ഈ കേരളത്തിന് പൊതുകടം തീർക്കാവുന്ന അത്രയും മുതലുണ്ട്. ഒരു ഞണ്ട് മുട്ടിട്ടാൽ 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെ കുഞ്ഞുണ്ടാവും. ഒരു കാളാഞ്ഞ് മുട്ടിട്ട് അത്ര ഉണ്ടാവും. തിരുത മുട്ടിട്ട് ലക്ഷക്കണക്കിന് കുഞ്ഞുണ്ടാവും. കണം മുട്ടിട്ട് 10,000 ഉണ്ടാവും. കരിമുട്ട 1000 ഉണ്ടാവും. നന്തം മുട്ടിട്ട് 10,000 ഉണ്ടാവും. ഈ പൊടി നന്തം പോലും ഇല്ലാണ്ടായ ഇത് മത്സ്യമത്തിൽ ഇല്ലാണ്ടായി പോകും. ഇപ്പോഴും ചെറിയൊരു വിഷത്തിന് ലാഞ്ചന കിട്ടിയാൽ മതി, നന്ദൻ ഇല്ലാണ്ടായി പോകും. അതില്ലാണ്ടായി തന്നെ പുഴ നശിച്ചു. എല്ലാം തമ്മിൽ പരസ്പരം തിന്നു വളരുന്ന മത്സ്യങ്ങളാണ്. ഇതൊക്കെ അത്ര വലിയൊരു സമ്പത്ത്, ഇത്ര വലിയ നിധി പ്രപഞ്ചത്തിൽ വേറെ ഉണ്ടാ. ഇത്ര പെരുകുന്ന സമ്പത്തിൻ്റെ അടിയിൽ എവിടെ പോയി? ഈ കേരളത്തിൽ കിട്ടിയിട്ടുള്ളൂ. ഇത്രയും വിവിധങ്ങളായ മത്സ്യങ്ങളും വിവിധ ടേസ്റ്റിലും ഇത്രയും വിലയുള്ള ഒരു ഞണ്ട് വലുത് 5000 രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു ഞണ്ട് പറ്റി 7 ലക്ഷത്തോളം കുഞ്ഞായിട്ട് കുറഞ്ഞത് കൂട്ടിക്കും. എന്നാൽ കറക്റ്റ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കോടി രൂപയാണ്? ഇവിടുത്തെ വ്യവസായങ്ങളൊക്കെ ഒന്നുമല്ല. അതിനപ്പുറത്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും സാധനത്തിന്. അതൊക്കെ ഇല്ലാണ്ടാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കാലം ഉത്തരവാദിത്തം ഒന്നുമില്ല. കഴിഞ്ഞ കൊല്ലവും വന്ന് വെള്ളം, പക്ഷെ അത് ചെറിയൊരു തോതിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ കൊല്ലം ഒരു കുഞ്ഞുങ്ങളും ചാകാതിരിക്കാൻ വേണ്ടി എല്ലാ കൂട്ടിലും ഞാൻ ഇല്ല 2-3 അത് ശരിക്കും പറഞ്ഞാൽ വെള്ളം മാറുമ്പോഴുള്ള ഒരു ഇത് വരുന്നുണ്ട് അങ്ങനെ. പക്ഷെ അങ്ങനെ വലിയ തോതിൽ ഇതുവരെ അവർ വെള്ളം വിട്ടിട്ടില്ല. വെള്ളം വിട്ടാൽ തന്നെ ആ ഒരു മഴയുടെ ഇതിലും ഓക്സിജൻ അങ്ങനെ ക്ലിയർ ചെയ്യും. ഞാനപ്പോൾ കഴിഞ്ഞ കൊല്ലം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഈ കൊല്ലം ഞാൻ സെപ്പറേറ്റ് എല്ലാ കൂട്ടിലും 9 കൂടുണ്ടെങ്കിൽ 9 കൂട്ടിലും സെപ്പറേറ്റ് ഓക്സിജൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്സിജൻ വലിയ പൈപ്പിൽ ഹൈലയുടെ മെഷീൻ വെച്ചിട്ടാണ് ഞാൻ ഓക്സിജൻ ഇട്ടത്. അതെൻ്റെ ഫോട്ടോസ് എടുപ്പുണ്ട്, അന്നത്തെ വീഡിയോസും കിടപ്പുണ്ട്. അപ്പോൾ അത്രയും ഓക്സിജൻ ഉണ്ടായിട്ട് പോലും അവർ ഭയങ്കര തോതിലാണ് ഈ പ്രാവശ്യം വെള്ളം വിട്ടത്. ഒരു മനുഷ്യർക്ക് പോലും പിടിച്ചേക്കാൻ പറ്റാത്ത രീതിയിലാണ് അവന്മാർ വെള്ളം വിട്ടത്. രാവിലെ 6:10 DICയുടെ ഇൻഡസ്ട്രിയൽ ബെഡിലുള്ള കാണേക്കുടി, മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള കാണേക്കുടി ഓയിൽ മിക്സുള്ള കറുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പുഴയിലേക്ക്, പെരിയാറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. PCBയുടെ വണ്ടി പോലീസൊക്കെ ഇത്ര നേരം കിടക്കുമ്പോഴാണ് ഇവനിത് ഒഴുക്കിക്കൊണ്ടിരുന്നത്. ഈ ആ ഒരു തോടുകളുണ്ട്. തോടുകൾ നല്ല വെള്ളം നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നപ്പോഴേക്ക് അവിടെ നല്ല ഈ ശുദ്ധജലത്തിലിരിക്കുന്ന മീൻ മാത്രം രക്ഷപ്പെട്ട് കുറേ മീനുകൾ, അതായത് ഒരു 10-25,000 രൂപയുടെ മീനെങ്കിലും ആ വട്ടത്തിൽ നിന്ന് പിടിച്ചെടുക്കാവുന്ന മീൻ കരക്ക് കയറിയിരിക്കുകയാണ് നല്ല വെള്ളത്തിൽ. പിന്നെ പുഴയിലാണെങ്കിൽ ഇങ്ങനെ ചത്ത് എല്ലാം മലക്കാൻ തുടങ്ങി. ഈ പുറത്തെ സൈഡിൽ ഇടത്തോടുകളിലാണ് ഇങ്ങനെ ചെറിയ ചെറിയ തോടുകൾ ഇങ്ങനെ കണ്ടത്. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ കൂടിയിട്ട സ്ഥലത്തേക്ക് ആയിരുന്നു. എൻ്റെ കൂടിയിട്ട സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും അവിടെ അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കൂടിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചു, അതും പോയി അത്രയ്ക്കും. പിന്നെ ഞാൻ ആ വെള്ളം മോശമായ വെള്ളം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് എന്ന് പറയാം ഞാൻ വായിൽ വെച്ച് വീഴ്ച വയ്ക്കുക. അപ്പം എൻ്റെ തൊണ്ടയിലെ തൊലി പോയിട്ടില്ലേ, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. ഒരു രാത്രി മുഴുവനും എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു വിഷമം എന്ന് പറഞ്ഞെങ്കിൽ ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 18-ാം തീയതി ഇത് മെയ് 20-ാം തീയതി സംഭവിച്ചതാണ് ആദ്യം നടന്ന ദുരന്തം. ഇപ്പോൾ ജൂൺ 18-ാം തീയതി വീണ്ടും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും ഇങ്ങോട്ടൊന്നും ബാധിച്ചില്ല. ഇവിടെയൊക്കെ മീനെ ചത്തുപോയതുകൊണ്ട് ഇവിടെ നിന്ന് അറിഞ്ഞിട്ടില്ല. ആ ഭാഗത്തുള്ള മീനൊക്കെ ചത്തുപോകുന്നതെന്ന് പറഞ്ഞിട്ടും ചാനലിലൂടെയൊക്കെ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. ചാനൽ എന്ന് വെച്ചാൽ ആൾക്കാർ പോയി ലൈവായിട്ട് എടുത്തിട്ട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഒറ്റ ദിവസത്തെ മഴയോടുകൂടി പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങുകയാണ്. മഴയുടെ മറവിൽ 3 ഷട്ടറുകളാണ് ഇപ്പോൾ പാതാളം ബണ്ടിൻ്റെ ഷട്ടറുകൾ തുറന്നു വെക്കുന്നത്. ഇത് വിഷമാലിന്യം പുഴയിലേക്ക് ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാപകമായി മീനുകൾ കരയിലേക്ക് ഓടിക്കയറുന്നതാണ് ഈ കാണുന്നത്.
പുഴയിൽ കറുത്തൊഴുകുകയാണ് പുഴ. മീനുകൾ വ്യാപകമായി ചത്തുപൊങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, വലിയ കരിമീൻ, പൂളാൻ, പള്ളത്തി, അങ്ങനെ വേണ്ട എല്ലാ മീനുകളും ചത്തുപൊങ്ങുകയാണ്. ചെമ്മീൻ കണ്ടോ, വ്യാപകമായിട്ടാണ് പുഴയിൽ മീനുകൾ ചത്തുപൊങ്ങുന്നത്. ഫിഷ് കിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംസ്കരിക്കാത്ത വിഷജലം ഒഴുക്കുന്നതുകൊണ്ടാണ് ഫിഷ് കിൽ ഉണ്ടാകുന്നതെന്ന് ഈ സ്റ്റെക്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കയ്യിലിരിക്കെ, നൂറുകണക്കിന് പഠനങ്ങളിൽ ലഭ്യമായിരിക്കെ, നമ്മുടെ മുഖ്യമന്ത്രി കൂടി പറയുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് നുണ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് രാസമാലിന്യങ്ങളാണെന്ന് തെളിഞ്ഞ് കണ്ടെത്തിയിട്ടില്ലെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 റിപ്പോർട്ടുകളാണ് സബ് കളക്ടർ മുഖ്യമന്ത്രിക്കടക്കം കൈമാറിയിട്ടുണ്ട് ആ സമയത്ത്. അല്ല, ആ സമയത്ത് കുഫോസിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്നില്ലേ? കുഫോസിന്റെ പ്രാഥമിക റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി ഒരിക്കലും അതിന് വില കൽപ്പിക്കുന്നില്ലല്ലോ. കുഫോസിന്റെ പോട്ടെ, എത്രയോ വർഷങ്ങളായി പെരിയാറിന്റെ ഇഷ്യൂ നടക്കുന്നു. നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി വരെ ഇവിടെ വന്ന് പഠനം നടത്തിയിട്ടുള്ളതാണ്. സർക്കാർ കക്ഷിയായിട്ടുള്ള എത്രയോ കേസുകൾ കോടതിയിലുള്ളപ്പോൾ ഈ കോടതി പറഞ്ഞിട്ട് തന്നെ എത്രയോ ഏജൻസികളെ കൊണ്ട് പഠിച്ച റിപ്പോർട്ടുകൾ സർക്കാരിൻ്റെ അടുത്തുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അവരുടെ മുമ്പിലിരിക്കെ ഇതും അതുമായിട്ട് എത്ര പൊരുത്തമുണ്ട്, പൊരുത്തക്കേടുകൾ ഉണ്ടെന്നുള്ളൊരു പരിശോധനയൊന്നും നടത്താണ്ട് മുഖ്യമന്ത്രി അത് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രി, നമ്മൾ ഈ മണ്ഡലത്തിൻ്റെ MLA ആയിട്ടുള്ള രാജീവിൻ്റെ കൂടിയും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് ചെറുതായി കാണിക്കുക. ഇത് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും അല്ല എന്നുള്ള രീതിയിലേക്ക് ആ ഒരു സാധന സഭയിൽ അവതരിപ്പിക്കും. അതിനുശേഷമാണ് ഇപ്പോൾ കുഫോസിന്റെ വിശദമായ പഠന റിപ്പോർട്ട് അവിടെ ചെന്നപ്പോൾ അവരത് സമ്മർദ്ദത്തിനും പ്രതിസന്ധിയിലായേക്കണം. പെരിയാറിൽ ഏലൂർ ഫെറി ഭാഗത്ത് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തെ തുടർന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർവൈലൻസ് സംഘം പരിശോധന നടത്തുകയുണ്ടായി. വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ചതിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് മത്സ്യങ്ങൾക്ക് ജീവിക്കുന്നതിനാവശ്യമായ അളവിലും കുറവായി കാണപ്പെട്ടു. മഴ ശക്തിപ്പെട്ടതിനെ തുടർന്ന് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടർ തുറന്നപ്പോൾ റെഗുലേറ്ററിന് മുകൾ വശത്ത് നിന്ന് ഓക്സിജന്റെ അളവ് കുറഞ്ഞ ജലം കൂടിയ അളവിൽ ഒഴുകിയെത്തിയതാണ് മത്സ്യനാശത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. പെരിയാറിന്റെ തീരത്ത് നിന്നുള്ള ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യം ഒഴുക്കിവിട്ടതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. മുഖ്യമന്ത്രി പ്രസ്താവന പറയുമ്പോൾ 4 റിപ്പോർട്ടുകൾ, ഒന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ, വാട്ടർ അതോറിറ്റിയുടെ, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ, അതുപോലെ തന്നെ കുഫോസിന്റെ, ഈ 4 പ്രിലിമിനറി റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കെ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് മാത്രം എന്താണ് PCBയുടെ മാത്രമാണ് എതിരാണ്. ബാക്കി ഇറിഗേഷൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾക്ക് 4 ബണ്ടുകളുണ്ട്. ആ 4 ബണ്ടുകളിൽ 3 സംഭവിക്കാത്ത ഒരു പ്രതിഭാസം എന്തുകൊണ്ടാണ് പാതാളത്ത് മാത്രം സംഭവിക്കുന്നത്? അതുകൊണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വാദം വിശ്വസനീയമല്ല എന്നാണ് ഇറിഗേഷൻ പറയുന്നത്. അപ്പൊ സർക്കാരിന്റെ കീഴിലുള്ള 4 ഡിപ്പാർട്ട്മെന്റുകളുടെ റിപ്പോർട്ടിൽ ഒരെണ്ണം മാത്രം, ഒരു കള്ള റിപ്പോർട്ട് മാത്രം മുഖ്യമന്ത്രി വിളിച്ചു പറയുമ്പോൾ അതിനകത്ത് താല്പര്യങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഭൂരിപക്ഷ അഭിപ്രായം എന്നുള്ള രീതിയിൽ പോലും മറിച്ചല്ലേ. അപ്പോൾ ഭൂരിപക്ഷത്തിന്റെ ആണെങ്കിൽ പോലും വേണ്ട, ശാസ്ത്രം എന്ന് പറയുന്നൊരു ശാസ്ത്ര സാങ്കേതിക വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ആളാണ് അദ്ദേഹം. നമ്മളൊക്കെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്, നമ്മൾ അതിനകത്ത് കുറവൊന്നുമില്ല. പക്ഷേ ശാസ്ത്ര സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാൻ ആ വകുപ്പും കൂടി കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ വേണമെങ്കിൽ ഒന്ന് ഇട്ട് പറയാലോ, ഞങ്ങളുടെ 4 റിപ്പോർട്ടുകൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇതേക്കുറിച്ച് കുറച്ചും കൂടി പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ ബോധ്യവും. അല്ലാതെ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കറപ്റ്റായിട്ടുള്ള അഴിമതി നിറഞ്ഞൊരു സംവിധാനം പറയുന്നത് ആണ് ശരിയെന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ പറയൂ. എനിക്ക് അദ്ദേഹം ശരിക്കും പറഞ്ഞ കേരള ജനതയോട് ഇപ്പോൾ അദ്ദേഹം മാപ്പ് പറയണം. എനിക്ക് തെറ്റുപറ്റി. കാരണം കുഫോസിന്റെ റിപ്പോർട്ട് വന്നു, CMFRAയുടെ റിപ്പോർട്ട് വന്നു, ഇറിഗേഷൻ പറയുന്നു. അപ്പോൾ ആ മലിനീകരണ നിയന്ത്രണ ബോർഡ് പറഞ്ഞതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിച്ചത് തെറ്റായിപ്പോയി. അതിനകത്ത് ഞാൻ അങ്ങനെ പറഞ്ഞതിൽ പൊതുജനങ്ങളോട് മാപ്പ് ചോദിക്കേണ്ടി വരേണ്ടത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ മാപ്പ് ചോദിക്കണം. പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ ജനാധിപത്യ സമൂഹത്തോടും കർഷക സമൂഹത്തോടും അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികളോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി, അല്ലെങ്കിൽ അവരെ അവജ്ഞയോടുകൂടി കാണുന്നതിന് തുല്യമാണ്. സംസ്ഥാന വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയും
കളമശ്ശേരി മണ്ഡലത്തിന്റെ പ്രതിനിധിയുമായ പി രാജീവിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം ആവശ്യപ്പെട്ടു എങ്കിലും ലഭ്യമായില്ല. അന്നത്തെ ദിവസം ഞങ്ങൾ സന്ധ്യയ്ക്ക് തന്നെ വല വലിച്ചുകൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് വിഷവെള്ളം ഇടയ്ക്കിടയ്ക്ക് വിടാറുണ്ട്. വിഷവെള്ളം വിടുമ്പോൾ തന്നെ നമുക്ക് വലയിൽ അറിയാൻ പറ്റും. ഈ ചെമ്മീനുകളും ഒക്കെ കൂടുതലായിട്ട് ആദ്യം ഇറങ്ങി വരും. പിന്നെ ആദ്യം വലിയ വലിയ മീനുകളൊക്കെയാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് വല വലിക്കുമ്പോൾ അത് കിട്ടുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ പൊടി മീനുകളൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഊരാൻ വരെ ഇറങ്ങിപ്പോണ ഒരവസ്ഥയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര കട്ടിയായിട്ടുള്ള കലങ്ങിയ പോലത്തെ വെള്ളം വന്ന് ഭയങ്കര സ്മെല്ലായിരുന്നു. ഭയങ്കര കെമിക്കലിൻ്റെ ഭയങ്കര സ്മെല്ലായിരുന്നു. വീടിൻ്റെ അകത്ത് വരെ സ്മെല്ലുണ്ടായിട്ട് ആൾക്കാർ ഇറങ്ങി വന്ന് ഈ സ്മെല്ലിൻ്റെ ഇതുകൊണ്ട്. അപ്പോൾ നോക്കിയപ്പോഴേക്കും മീനുകളൊക്കെ കിടന്ന് പിടക്കണേണ്. വലിയ മീനുകളൊക്കെ വരെ വന്നിച്ച് ഇങ്ങനെ കരയിലോട്ട് കയറി തന്നെയാണ്. ഞണ്ടുകളും ചെറിയ മീനുകളും എല്ലാം കരയിൽ വന്ന് അടിഞ്ഞിങ്ങനെ കിടക്കണമായിരുന്നു. ഇങ്ങനെ പിടക്കണ ഒരു ഇതായിരുന്നു. അതോടുകൂടി എല്ലാം കംപ്ലീറ്റ് ചെറിയ മീൻ വരെ കംപ്ലീറ്റ് ചത്തുപോയി. പിന്നെ നമ്മൾ പുഴയിൽ മീനിൻ്റെ പൊടി പോലും ഇല്ല. ഇപ്പം ഒന്നുമില്ല. നമുക്ക് വലിച്ചിട്ട് കറിക്ക് പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഇപ്പോൾ തീരെ ഇതായിട്ട് ഇങ്ങനെയാണ് വെച്ചാൽ ഇപ്പോൾ 1 മാസത്തോളമല്ല, 1 മാസത്തോളമായിട്ട് ഒരു രക്ഷയില്ല. അല്ല ഇപ്പം ഞാനിത് പുഴയായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഇത് ഉപജീവനം നയിക്കുന്ന ആളാണ്. അപ്പം ചീനവല അല്ലെങ്കിൽ വേറെ ഉടക്കുവല അല്ലാതെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ് 1 മാസമായിട്ട്. തിരിച്ചു വരികയെന്ന് വെച്ചാൽ ഇപ്പോൾ നാളുകളെടുക്കും. അത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പുഴയിൽ മീനായി വരാനായിട്ട്. ഇവിടെ ഒരുപാട് ചീനവലക്കാരും മത്സ്യത്തൊഴിലാളികളുണ്ട്. എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. മത്സ്യത്തൊഴിലാളികൾ 10-400ഓളം മത്സ്യത്തൊഴിലാളികളുണ്ട് നമ്മുടെ ഈ പേടലിൽ തന്നെ. ചീനവലക്കാരുമാണെങ്കിലും ഒരു 100 ചീനവലയുടെ അടുത്തുണ്ട്. അവരൊക്കെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒന്നുമില്ലാതായ അവസ്ഥ. ചില ആൾക്കാരൊക്കെ കൂലിപ്പണിക്കൊക്കെ പോകുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലല്ലോ. പുഴയിലോട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല. സാധാരണ നമുക്ക് ഈ കൂടുതലായിട്ട് ലാസ്റ്റ് ടൈമിലാണ് കൂടുതലായിട്ട് കിട്ടണത്. പക്ഷെ ഇത് ആയി തുടങ്ങിയപ്പോഴേക്കും അത് തീരെ പെട്ടെന്ന് ഇല്ലാണ്ടായി പോയി. അവര് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വന്നിട്ട് നഷ്ടപരിഹാരത്തിൻ്റെ ഇതൊക്കെ എഴുതി കൊടുക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അന്വേഷിച്ചിടത്തോളം അവർ വേറെ നടപടിയൊന്നും ഉണ്ടാവില്ല എന്നാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ഒന്നും കിട്ടൂല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മീൻ ചത്ത് കഴിഞ്ഞപ്പോൾ ഇത് കുളം കണ്ട ഇപ്പോൾ വെള്ളം വന്നപ്പോൾ അത് അങ്ങനെ വിടും. അത് ആ ഇലകൾ പോലും ഇങ്ങനെ ഇലകളിങ്ങനെ ചുരുണ്ട്. ഞാനതൊരു കാണിച്ചു കൊടുത്തായിരുന്നു അവരെ. ഇലകൾ പോലെ ഈ വെള്ളം അങ്ങോട്ട് പറ്റി ഇത് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വിലയൊക്കെ ചുരുണ്ട് ഇങ്ങനെ കൂടി. എന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പൂക്കളുണ്ടാവും, നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും അതുമ്മ. അതേമാതിരി ഇപ്പോൾ കൊച്ചുങ്ങൾ മീനിടും. ഇവിടെ മീനിട്ടാലും മീനൊക്കെ ചത്ത് ഇങ്ങനെ ചെയ്യാറ്. ഇപ്പം മീനിടാണ്ട് അവസാനം ഞാൻ ആ കുളത്തിനകത്തൊക്കെ ഈ ഇത് കൊണ്ടുവന്നിട്ടാണ്. ഇതിങ്ങനെ മാറി ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സങ്കടമാണ് ഇതൊക്കെ. അന്ന് ശരിക്കും ഈ ചെടികൾ ഈ പുഴയിലെ ആ ചെടികളും ഒക്കെ ഇങ്ങനെ മറിഞ്ഞ് ആ പുല്ലുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മറിഞ്ഞതാണ് അതൊക്കെ. പക്ഷെ അതങ്ങളൊക്കെ നീർന്നു. ഇപ്പം ആ ചെടികൾ ഇത്രയും വിഷമായിരുന്നു വെള്ളം. ഇവിടുന്ന് തുടങ്ങി അല്ല തെളിഞ്ഞിട്ടില്ല. വാർത്ത എപ്പോഴും കേൾക്കാറുണ്ട്, ഇതുവരെ തെളിഞ്ഞിട്ടില്ല. വാർത്ത എന്താ ഈ പിണറായി വിജയന്റെ മോളാണ് ആ കമ്പനിയുടെ ആളെന്നൊക്കെ എല്ലാവരും പറയുകയും തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ വെള്ളം അവര് വിട്ടണ വെള്ളമാണ് കൂടുതലായിട്ട് ഇതിന് വന്നത്. ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. എല്ലാം ചത്തല്ല.
എല്ലാ കുട്ടിയും ചത്തല്ലേ? എല്ലാം മുങ്ങിക്കണല്ലേ. അപ്പോൾ ഇത്തവണ ഞാൻ ശരിക്കും ഞാൻ സ്പോട്ടിൽ ഞാൻ പോയിട്ടില്ല. എന്നുവെച്ചാൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് കഴിഞ്ഞ വർഷവും അതിന് മുമ്പിലത്തെ വർഷമൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണിത്. ആവർത്തിക്കുന്നതാണ്. എന്നുവെച്ചാൽ അത് വേനൽ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ ഒരു മഴ വരുന്ന സമയത്താണ് നമുക്കിവിടെ ഇത്ര ഇത് വരുന്നത്. അതിന് 2-3 കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ഈ പറഞ്ഞ പോലെ പല ഫാക്ടറികളിലും കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം അവരുടെ മറ്റേ എഫ്ലുവൻ്റ് അത് ചിലപ്പോൾ ഇങ്ങോട്ട് ചാടുന്നതാവാം. 2, ഈ പറഞ്ഞ മേളിലേക്കുള്ള ഭൂപ്രദേശങ്ങളിൽ മുഴുവൻ ഓർഗാനിക് മാറ്റർ നല്ലോണം ഡെപ്പോസിറ്റ് ഉണ്ട്. അത് ഡീകമ്പോസ് ചെയ്ത് നിൽക്കുന്നിടത്ത്, ഓക്സിജൻ കുറഞ്ഞ് നിൽക്കുന്നിടത്ത് അത് ചിലപ്പോൾ കയറി വരുന്നതാവാം. ഇങ്ങനെ 2-3 കാരണങ്ങളുണ്ട്. പക്ഷേ ഓരോ വർഷം ചെല്ലുന്തോറും ഇത് കൂടിക്കൂടി വരുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പിക്ചർ. ചെമ്മീൻകെട്ട് ഇത് ചെമ്മീൻകെട്ടാണ്. 6 മാസം. ശരിക്കും 6 മാസം, 5 മാസം ഉള്ളൂ. ബാക്കി അത് കഴിഞ്ഞാൽ പിന്നെ പൊക്കാളിക്ക് വേണ്ടി വിട്ടു കൊടുക്കുക. പൊക്കാളിക്ക് വേണ്ടി വിട്ടു കൊടുക്കണം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രോപ്പർട്ടി ആണോ ആരുടെയെങ്കിലും? ഇത് ഒരാളുടെയാണ്. ഒരാളുടെ. നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞ കുഫോഴ്സിൻ്റെ ഒക്കെ റിപ്പോർട്ട് കണ്ടായിരുന്നല്ലോ. ഈ ഭാഗത്തുള്ള എല്ലാ പെരിയാർ അതിൻ്റെ കൈവഴിയായാലും പെരിയാറിലായാലും എല്ലാ കൈവഴികളിലും ഒഴുകിയേക്കുന്ന വെള്ളത്തിനകത്ത് നല്ല രീതിയിൽ രാസമാലിന്യം അടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ജീവനുള്ള മത്സ്യത്തിൽ തന്നെ ഇപ്പോൾ പെരിയാറിൻ്റെ കൈവഴിയിൽ ആദ്യത്തെ കൂടെ എൻ്റെ ആയിരുന്നു. 7 മണിയായപ്പോൾ എൻ്റെ കൂടുതൽ മീൻ ചത്ത് 20-ാം തീയതി രാത്രി. അപ്പോൾ നമ്മളിവിടെ പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞു, കോർഡിനേറ്റർ വിളിച്ച് പറഞ്ഞു, പൊല്യൂഷൻ കൺട്രോൾ വിളിച്ച ഒരാളും റെസ്പോണ്ട്. പഞ്ചായത്ത് ആൾക്കാർ വിളിച്ചെങ്കിലും അവർ തിരിച്ച് ഇവരെ വിളിച്ചിട്ടും അവർ റെസ്പോണ്ട് ചെയ്തില്ല. പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ ഈ മീനും കൊണ്ടിട്ട് ചത്തുപോയ മീൻ എല്ലാം പൊങ്ങി, എല്ലാവരുടെയും കൂട്ടിലും എല്ലാ മീനും പൊങ്ങി കഴിഞ്ഞപ്പോൾ ആ മീൻ എടുത്തിട്ട് പഞ്ചായത്തിൽ കൊണ്ട് പരിസരം പ്രകടിപ്പിച്ചു. ആദ്യം പഞ്ചായത്ത് ബസ്സിന് മുമ്പിൽ കൊണ്ട് ഇട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ അല്ല, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലല്ല, അതിൻ്റെ ഉത്തരവാദികൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പഞ്ചായത്തിൽ പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അങ്ങനെ 2-3 പേരൊക്കെ ആയിട്ടും കർഷകരൊക്കെ ആയിട്ട് ഞങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അറിയില്ല. ഇത്രയും വലിയൊരു കുരുതി പെരിയാറിൽ നടന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥർക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് ഇതിൻ്റെ ന്യായമായ ഉത്തരം കിട്ടണം. നിങ്ങൾ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? അപ്പോൾ അവർ ഇറിഗേഷൻ വകുപ്പാണെന്ന് പറഞ്ഞു. ഞങ്ങളോട് പറയാതെയാണ് തുറന്നത്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് കൊടുത്ത് വെള്ളം ശുദ്ധമാണെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ ആ ഇറിഗേഷൻ വർക്ക് തുറക്കാൻ പാടുള്ളൂ. അതല്ല, അല്ലെ പിന്നെ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു പ്രസ്ഥാനം തന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവർ എൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ല. ഞങ്ങൾ 5 മണിക്ക് മുമ്പ് ഞങ്ങൾക്ക് എൻ്റെ റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ പ്രശ്നങ്ങളായി. അപ്പോൾ ഒരു കർഷകന് ഏറ്റവും കുറഞ്ഞത് 2 കൂടെങ്കിലും ഉണ്ടാവും മിനിമം. സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ആ ഒരു കൂട്ടിൽ 1200 കാളാഞ്ചിയും 600 കരിമീനാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാളാഞ്ചിക്ക് 45 രൂപയാണ് അതിൻ്റെ വില കുഞ്ഞിന്. കരിമീത്തിനാണെങ്കിൽ 15 രൂപ. അപ്പോൾ 1200 കാളാഞ്ചി എന്ന് പറയുമ്പോൾ 54,000 രൂപയോളം വരും അതിൻ്റെ സ്റ്റോക്കിങ്ങിൻ്റെ കോസ്റ്റ്. കരിമീത്തിന് 9,000 രൂപ. അങ്ങനെ 63,000 രൂപയാണ് ഒരു കൂട്ടിൽ കുഞ്ഞിനെ മാത്രം നിക്ഷേപിക്കുക. ഇങ്ങനെ നിക്ഷേപിച്ചൊരു കുഞ്ഞിനെ 1 വർഷത്തോളം നമ്മൾ വളർത്തിയെടുത്താലാണ് 1 കിലോ എങ്കിലും കാളാഞ്ചി ആവുള്ളൂ. ഈ കാളാഞ്ചിക്ക് 1 കിലോ മേലെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വില കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിന് ആവശ്യക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ 1 വർഷം നമുക്ക് കാത്തു സൂക്ഷിച്ച് 1.5 വർഷത്തോളം കാത്തു സൂക്ഷിച്ച മീനുകളാണ് ഈ ചത്തു വാങ്ങിയത്. അപ്പോൾ ഒരു കൂട്ടിൽ ഏകദേശം 1 ടണ്ണോളം മീൻ ഒരു കർഷകന് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഒരു ടണ്ണെന്ന് പറഞ്ഞാൽ അന്ന് 500-550 രൂപയായിരുന്നു. ഈ ട്രോളിങ്ങിന് വേണ്ടിയാണ് ഈ മീനുകളെല്ലാം വളർത്തി സൂക്ഷിച്ചിരുന്നത്. കാരണം കർഷകന് എപ്പോൾ പിടിക്കണമെന്നും അതായത് ഏത് സമയത്ത് പിടിച്ചു കൊടുത്താൽ ലാഭം കിട്ടുമെന്നുള്ളതും അവനറിയാം. കാരണം എത്ര വർഷങ്ങളായിട്ട് അവൻ ഈ കൂട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രോളിങ് ആവാൻ വേണ്ടി നോക്കിയിരുന്ന ഒരു 10 ദിവസം 15 ദിവസം മുമ്പാണ് ഈ 20-ാം തീയതി ഈ ഒരു കൂട്ടക്കുരുതി ഇറങ്ങുന്നത്. വൻ നഷ്ടമാണ് കർഷകനുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ പറയുന്ന പോലെ സർക്കാർ ഇപ്പോൾ നമ്മളോട് അവർ പറഞ്ഞ കണക്കുകൾ പ്രകാരം അവർ നമ്മൾക്ക് വന്നേക്കുന്ന അതിൻ്റെ കോസ്റ്റാണ് പറഞ്ഞ 5 കോടി ചില്ലായിരം രൂപയാണ് നഷ്ടം വന്നേക്കണം എന്നുള്ളത്. പക്ഷെ അതല്ല, കർഷകന് വന്നേക്കുന്നത് അതിൻ്റെ 3 ഇരട്ടിയോളം ചിലവാണ്, നഷ്ടമാണ്.
ഒരുപക്ഷെ വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ വസിക്കുന്ന ഒരു ഇടമാണ്. പ്രത്യേകിച്ച് 16-ാം വാർഡ്, 15-ാം വാർഡ് അടക്കം എല്ലാ വാർഡുകളിലും മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇപ്പോൾ ഈ ഒരു മത്സ്യക്കുരുതിയെ ബാധിച്ചിരിക്കുന്ന ഈ കുടുംബങ്ങളെ എത്രമാത്രം പട്ടിണിയിലാക്കി എന്നുള്ളതാണ്. നമ്മുടെ വരാപ്പുഴ മാർക്കറ്റിൽ പോലും മത്സ്യങ്ങൾ ഇല്ല ഇപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരാപ്പുഴ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത നിന്ന് പിടയ്ക്കുന്ന പച്ച മത്സ്യങ്ങൾ കിട്ടുമെന്നുള്ള ഒരു നാടൻ മത്സ്യങ്ങൾ കിട്ടുമെന്നുള്ളതൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ചിട്ട് പുഴകൾ കാലിയായിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഒരു മത്സ്യബന്ധനത്തിന് പോകാൻ ഇനി 1 വർഷവും കൂടി പിടിച്ചാൽ മാത്രമാണ് ഇത് പഴയ രീതിയിലേക്ക് പുനഃസ്ഥാപിച്ച് കിട്ടുമെന്നുള്ള ഉറപ്പൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇങ്ങനെ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അത് ശ്രദ്ധിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ എഫക്റ്റ് വളരെ വലുതായത് കൊണ്ടാണ്. അല്ലെങ്കിൽ വരാപ്പുഴ ചേരാൻ നല്ലൊരു ഭാഗം മാത്രമായിട്ട് ഇത് ഒതുങ്ങിപ്പോയാൽ. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു പ്രതിഷേധം അവിടെ പോയിട്ട് രേഖപ്പെടുത്തും, പിന്നെ ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു കുരുതി എന്ന് പറയുന്നത് മുളവുകാട് വരെ 10-12 കിലോമീറ്റർ അല്ലെങ്കിൽ 16-17 കിലോമീറ്റർ അകലെ വരെ ഇത് ബാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വീര്യം എത്ര മാത്രം ആണെന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇത് ഒരു വെള്ളത്തിൻ്റെ പൊല്യൂഷൻ കൂടി നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ ജലം ഉപയോഗിക്കുന്നത്, കാരണം വെച്ചാൽ പുഴയോട് ചേർന്നും തോടുകളോടൊക്കെ ചേർന്ന് താമസിക്കുന്ന ആളുകൾ ശരിക്കും അവരുടെ പാത്രം കഴുകുന്ന അടയ്ക്കും ഇതൊക്കെ ഈ പുഴയുടെ ഈ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. അലക്കുക, കുളിക്കുക ഒക്കെ ഇതിനകത്ത് ചെയ്ത അതൊരു അവരുടെ ജീവിതചര്യയുടെ ഭാഗമാണ്. പക്ഷേ അതെല്ലാം എത്രമാത്രം മലിനമായി എന്നുള്ളത് രണ്ടാമത്തെ ഒരു അവസ്ഥ. ഈ പുഴയിലുണ്ടാകുന്ന ചെറിയ സൂക്ഷ്മജീവികൾ ഇനി അതിനെയൊക്കെ രണ്ടാമതത് ഉണ്ടായി വരുന്നതിൻ്റെ ഒരു കാലതാമസമില്ലേ? നമ്മുടെ പ്രകൃതിയെ എങ്ങനെയാണ് ഇത് തകരാറിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തിയായിപ്പോയി ഇത്. അത് അവർ വളരെ ഒരു ലളിതമായിട്ട് പറയുകയാണ് ഞങ്ങൾ ബണ്ട് തുറന്നപ്പോഴുള്ള ഒരു വിഷയം. പക്ഷേ അങ്ങനെ ബണ്ട് തുറക്കുമ്പോൾ എന്തെങ്കിലും മുൻകരുതലുകൾ അവരെടുക്കണ്ടേ? ഇതുപോലെ 3 ബണ്ടുകളുണ്ട്. അവിടെയൊന്നും ഇതേ സമയത്ത് ഇതുപോലെ സംഭവിച്ചിട്ടില്ല. ഇത് ബണ്ടാണ്. അപ്പോൾ ഈ ബണ്ടിന് പോലെ തന്നെ പുറപ്പള്ളിക്കാവിൽ ഒരു വലിയ ബണ്ടുണ്ട്, കണക്കങ്കട ഒരു ബണ്ടുണ്ട്. ഇത് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ്, അതായത് മുട്ടാറിലൊരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ജൈവമാലിന്യങ്ങളുടെ സോഴ്സുകളാണ് വരണേണ്. അവിടെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ എല്ലാ വേസ്റ്റുകളും വരുന്ന ഒരു സ്ഥലമാണ്. തൂമ്പുങ്കൽ തോട് എന്ന് പറയുന്നത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ഡംപിങ് യാർഡിന് തൊട്ട് ചേർന്ന് തൂമ്പുങ്കൽ കൊടുക്കുന്ന ഒരു തോട് ഒരു 300 മീറ്റർ പിന്നിട്ടാൽ പെരിയാറിൽ വന്ന് ചേരും. അത്ര മാലിന്യങ്ങൾ അഴുകിച്ചേരുന്ന ആലുവ എന്നുള്ള മാലിന്യങ്ങളൊക്കെ ഒഴുകി വരുന്ന ഒരു സ്ഥലം കൂടിയാണ് മുട്ടാറ്. അവിടെ ഈ ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഇവിടെ മാത്രം എന്താണ് പ്രത്യേകത എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ ആലുവയിലെ മാലിന്യങ്ങൾ വന്നു കഴിഞ്ഞാൽ 2ആയിട്ട് തിരിഞ്ഞ് മുട്ടാറ് ശാഖയിലും പോവും, ഈ നമ്മുടെ പാതാളം ശാഖയിലേക്ക് വരും. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഒരു ഭാഗം ഇവിടെയുണ്ട്, ഒരു ഭാഗം അവിടെയുണ്ട്, പിന്നെ കളമശ്ശേരിയുടെ എക്സ്ട്രാ വരുന്നുണ്ട്. എന്നിട്ടും മുട്ടാറിൽ സംഭവിച്ചില്ല ഈ 20-ാം തീയതി, ഇവിടെ മാത്രം സംഭവിച്ചു. അപ്പോൾ അതിനർത്ഥം ജൈവമാലിന്യങ്ങളുടെ പങ്കുണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിച്ചാൽ പോലും അതല്ല അതിന്റെ കാരണമെന്ന് വളരെ വ്യക്തമാണ്. ഇമ്മീഡിയറ്റ് റീസൺ അല്ല. ഈ പർട്ടിക്കുലർ ഡേ അല്ലെങ്കിൽ 20-ാം തീയതി ഞങ്ങളുടെ പ്രവർത്തകർ ഇക്ബാൽ, അജീഷ് എന്ന് പറഞ്ഞ 2 പ്രവർത്തകർ രാവിലെ ഒരു 10 മണിയോടുകൂടി ചൂണ്ടയിടാനായിട്ട് വഞ്ചിയിൽ നമ്മുടെ ബണ്ടിന് മുകൾ വശം അപ്പുറത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്ത് പോകുമ്പോൾ അവിടെ അമോണിയയുടെയൊക്കെ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു. മാത്രമല്ല അവർ അവിടെ ഈ മലയ റബ്ബർ എന്ന് പറഞ്ഞ കമ്പനിയുടെയും അമോണിയ ഉണ്ടാക്കുന്ന TMS ലെതർ എന്ന് പറയുന്ന 3-4 കമ്പനികളുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വെളുത്ത കളറിൽ എന്തോ സാധനം ഇങ്ങനെ പരന്ന് കിടപ്പുണ്ട്. അവിടുത്തെ മീനുകൾ ചിലത് ചത്തിട്ടുണ്ട്, ചിലത് പരക്കം പായുന്നുണ്ട്. അപ്പോൾ അവരവിടെ വെച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡിനെ വിളിച്ചു, സംസാരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വരണ ഇപ്പോൾ സാമ്പിൾ എടുക്കാം, ഇവിടെ മീനുകൾ ചത്തു പൊങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 10 രാവിലെ 10 സമയം 20-ാം തീയതി. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ വന്നില്ല. അപ്പോൾ നല്ല മഴ പെയ്ത സമയത്ത് അവർ വീണ്ടും കരപ്പേ കയറി നമ്മുടെ എന്താ കാരണം വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വേറെ റെസ്പോൺസ് ഒന്നുമില്ല. കാരണം നേരിട്ട് ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, നിങ്ങൾ വന്ന് സാമ്പിൾ എടുക്കാൻ പറഞ്ഞിട്ട് അന്ന് ആ സമയത്തും വന്നില്ല. അപ്പോൾ വളരെ ബോധപൂർവം
മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥർ വരാതിരുന്നതാണ്. അവർക്ക് അറിയാൻ സാധിക്കും ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, വന്നു കഴിഞ്ഞാൽ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രതികൾ കൈയോടെ പിടിക്കപ്പെടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ വരാഞ്ഞതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. വൈകുന്നേരത്തോടു കൂടി സ്വാഭാവികമായിട്ടും ഷട്ടറിന്റെ ഷട്ടർ തുറന്നു. ആദ്യത്തെ ഒരു ഷട്ടർ 3:30 തുറന്നു, അപ്പുറത്തുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഷട്ടറും തുറന്നു 6:30 കൂടി. അപ്പൊ 2 ഷട്ടർ ഇവിടെ മൊത്തം 13 ഷട്ടർ ഉണ്ട്. 13 2 തുറന്നുള്ളൂ ഓർക്കണം. 2 ഷട്ടർ തുറന്നിട്ട് ഈ പറയുന്ന വെള്ളം താഴേക്ക് ഒഴുകി എല്ലാ മീനുകളും ചാകുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഇതിനകത്ത് എത്ര കിലോമീറ്റർ ദൂരം ശരിക്കും സംഭവിച്ചിട്ടുണ്ട്? 20 കിലോമീറ്റർ സ്ട്രെച്ചിലുള്ള മീനുകളാണ് ചത്തുപോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സുഡ്കമി എന്ന് പറയുന്ന കമ്പനിയുണ്ട്. അതുപോലെ തന്നെ കുറേ രാസവ്യവസായ കമ്പനികളുണ്ട്. ഈ കമ്പനികളുടെയൊക്കെ മാലിന്യങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ ഇതെല്ലാം തന്നെ മഴക്കാലമാകുമ്പോൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന മുഴുവൻ വിഷജലവും ഒരുമിച്ച് ഒഴുക്കുകയാണ്. അപ്പൊ ഈ കമ്പനികൾ തമ്മിലുള്ളൊരു ധാരണയുണ്ട്, ഇവരൊക്കെ തമ്മിലുള്ള ധാരണയുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് അന്ന് വലിയ മഴ ഉണ്ടാവുമെന്നും ഭൂതത്താൻ കെട്ടി തുറക്കുമെന്നൊക്കെ പറയുന്ന ഒരു സമയമാണല്ലോ ആ 20-ാം തീയതി എന്ന് പറഞ്ഞാൽ. അതിന്റെ കൂടെ അങ്ങോട്ട് ഒഴുകി പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അന്ന് വലിയ മഴ സംഭവിച്ചില്ല, ഈ പറയുന്നത്ര വെള്ളം വന്നില്ല. പക്ഷേ വിഷത്തിന്റെ കാഠിന്യത്തിനൊട്ടും കുറവുണ്ടായിരുന്നില്ല, കാരണം അവർ ഒഴുക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് താഴേക്കുള്ള മീനുകൾ ചത്തു പൊങ്ങിയത് മുഴുവനായിട്ടും. ഇപ്പോൾ രാത്രി 2:48 DICയുടെ സ്റ്റോം വാട്ടർ പോകാനുള്ള കുഴലുണ്ടാക്കി വെച്ചേക്കണ സ്ഥലത്ത് കൂടി കറുത്ത് കരിക്കട്ട പോലുള്ള വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പെരിയാറിൽ. മഴയിലൊന്നുമില്ല, കറുത്ത് വെള്ളം, ഭയങ്കര സ്മെല്ലുള്ള വെള്ളം. പിറ്റേ ദിവസം ഇവിടുത്തെ ഉദ്യോഗസ്ഥരും കുഫോസിലെ ആളുകൾ എല്ലാവരും വന്നാൽ പറഞ്ഞു, സാധാരണ മത്സ്യങ്ങൾ ഓക്സിജൻ കിട്ടാതെ ചാവുന്ന രീതിയിലല്ല ചത്തിട്ടുള്ളത്. ഞങ്ങൾ വീഡിയോ കാണിച്ചു കൊടുത്തവരെ എല്ലാ മീനുകളും കരയിലേക്ക് ചാടി കയറുന്ന ഒരു പ്രത്യേകതരം ആക്ടിവിറ്റിയാണ് നടന്നത്. മീനുകളുടെ അസാധാരണമായ ഒരു ചലനമാണ് അവരിൽ നിന്നുണ്ടായത്, മീനുകളിലുണ്ടായത്. സാധാരണ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ മീതയിൽ കുറേ നേരം പന്തി നടന്നിട്ട് പതിയാണ്ട് ചാവുകയാണ് ചെയ്യുക. പക്ഷെ ഇത് മുഴുവൻ ചാടി കരപ്പയിലേക്ക് കയറി ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളാണ്. അപ്പം അതൊരു അസാധാരണമായ ഒരു പ്രവൃത്തിയായത് കാരണം ഞങ്ങളത് നോട്ട് ചെയ്യും, ഞങ്ങൾ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളിവിടെ ഇവരൊക്കെ കൊടുത്തു. അപ്പോൾ കുഫോസിൽ ഉദ്യോഗസ്ഥരും ഫിഷറീസുമായി ബന്ധപ്പെട്ട ആളുകളും നമ്മളോട് പറഞ്ഞത്, ഇത് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ മത്സ്യങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്തത്ര രീതിയിലുള്ള എന്തെങ്കിലും വിഷം വന്നിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ഇങ്ങനെ സാധാരണ ഓക്സിജൻ ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല, സാധാരണഗതിയിൽ ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അതിനെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ. അതെ, അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ കുഫോസിന്റെ തെളിവുകൾ വന്നു. എല്ലാ ഇന്റേണൽ ഓർഗൻസും തകർന്നതായിട്ട് അവരുടെ പഠനത്തിൽ പറയുന്നു. ഏറ്റവും പുതുതായിട്ട് CMFRയും അത് തന്നെ പറഞ്ഞു. അവരുടെ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മീനുകളുടെ ഇന്റേണൽ ഓർഗൻസ്, കിഡ്നി, യൂറിനറി ബ്ലാഡർ, ലിവർ, ചെകിളയിലുള്ള നിറം വ്യത്യാസം, സ്കിന്ന് എന്ന് പറയുന്നത് നമ്മുടെ ചെതുമ്പൽ മുഴുവനായിട്ട് ഊർന്നു പോയിട്ട് ആ സ്കിൻ ആകെ കറുത്ത നിറമായി മാറിയുന്നതാണ്. സാധാരണ ഓക്സിജൻ ഇല്ലാതെ ചീഞ്ഞ് അഴുകിപ്പോയാലും ചെതുമ്പൽ വന്നിരിക്കും. പക്ഷേ ചെതുമ്പൽ പോകണമെന്നുണ്ടെങ്കിൽ അത്രയും രൂക്ഷമായിട്ടുള്ള കാഠിന്യമേറിയ വിഷമായിരിക്കണം വന്നിട്ടുണ്ടെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഏതെങ്കിലും കാലത്ത് സ്ഥിരമായിട്ട് അറിയുന്നതാണല്ലോ, ഏതെങ്കിലും കാലത്ത് കൃത്യമായ മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട രീതിയിലോ പ്രവർത്തിച്ചിട്ടുണ്ടോ? എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നുള്ള സത്യം. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് ഞാൻ പറയണേ. ഓരോ സ്ഥലത്ത് വരുമ്പോഴും അവരെ സംബന്ധിച്ചോളം അവർ ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് ഇൻഡസ്ട്രിക്ക് എതിരായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിൽക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇൻഡസ്ട്രി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ചൂരണ്ടയിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇൻഡസ്ട്രി വേണമെന്നുണ്ടെങ്കിൽ അതിവിടെ നിലനിൽക്കാൻ പാകത്തിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് അത് വരണം, അല്ലെങ്കിൽ ഉപദ്രവം ഇല്ലാതെയെങ്കിലും ഇരിക്കണം. ആ ഒരു ധാരണ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതാണ് പ്രശ്നം. മീൻ ചത്തുപോയിട്ടേ കൂട് മൊത്തം കാലിയായതിനു ശേഷം ഞാൻ എൻ്റെ കൂടുന്നെല്ലാം വല കഴുകി ക്ലീൻ ചെയ്ത് ഉണക്കി വെച്ചേക്കാണ്. ഇനി ഇത് എന്നിടണമെന്ന് ഞാൻ പറ്റില്ലേ, ഓഗസ്റ്റ് സെപ്റ്റംബർ കഴിയും, നമ്മുടെ മഴയുടെ ഇത് കഴിയാതെ കുഞ്ഞുങ്ങളിടാൻ പറ്റില്ല. അപ്പോൾ എല്ലാം കഴുകി ഉണക്കി നല്ല കുട്ടപ്പനാക്കി വെച്ചേക്കാണ്. ഞങ്ങളുടെ അവസ്ഥ ഇതാണിപ്പോൾ. എല്ലാവരും മുകളിലോട്ട് നോക്കിക്കണം. ഇനി ഒരു പരിപാടിയില്ല കൃഷിക്കാർക്ക്. ഇവിടെ പാടശേഖരങ്ങളും ഇവിടെ മത്സ്യത്തൊഴിലാളികളും ഇതുകൊണ്ട് ജീവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഒട്ടനവധി ജീവജാലങ്ങളുണ്ട്, മറ്റ് ജീവികളുണ്ട്. എന്തോരം നീർക്കാക്കകൾ, അത് ഇത് ഒരുപാടുണ്ടെന്നേ. നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞതും അങ്ങനെ പറഞ്ഞതെന്ന് അറിയുമ്പോൾ അത്രയും ഈ കാര്യത്തിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചൊരു മനുഷ്യനാണ്. ജീവിതം കൊണ്ട് എല്ലാം നിരീക്ഷിക്കുന്ന ഒരാളാണ്. പണ്ട് ഞാൻ ഈ പെരിയാറിലും മത്സ്യം നടത്തിയിരുന്ന ഒരാളാണ് ഫുൾ ടൈം.
അന്നൊക്കെ ഞണ്ടൊക്കെ കെട്ടിത്തീരില്ലായിരുന്നു ഞണ്ട്. ഈ വിഷം വന്നത് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ വിഷം വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വിഷത്തിൻ്റെ അംശം വന്ന് ഞണ്ട് ഇരയെടുക്കില്ല. അപ്പം അറിയാം ഈ സാധനത്തിൽ പോയിട്ടുണ്ടെന്ന്. മീൻ ചാവില്ല. ചെറിയൊരു തന്നാൽ ഭക്ഷണം എടുക്കില്ല അവർ, മാറിയിരിക്കും. കുറേ മീൻ ഓടിപ്പോകാൻ പറ്റും, ഞണ്ടൊക്കെ പതിഞ്ഞിരിക്കും. ഈ ദേവസ്വം പടം എന്ന് പറഞ്ഞാൽ ഗ്രാമം 300 മത്സ്യത്തൊഴിലാളികളുള്ള ഗ്രാമം. ഇവർക്കും ഈ പടച്ചേരങ്ങൾ കൊണ്ടൊക്കെ ഇവർ ഫുൾ ടൈം വേറൊരു തൊഴിൽ മോഡൽ കഴിയാൻ പറ്റും. മറ്റു മേഖലകളൊക്കെ തീരാൻ പോണേ. ഇപ്പം പെയിൻറ്റിങ് മേഖല, നിർമ്മാണ മേഖലയൊക്കെ തീർന്നു. ഇവിടെ തൊഴിലാണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ഇവിടെ ഉപജീവനം നടത്താം. ഇതുകൊണ്ട് ഈ വരാപ്പുഴനെ പുഷ്ടിപ്പെടുത്താം, നെൽകൃഷി ഉണ്ടാക്കാം. ആധുനിക രീതിയിലേക്ക് മാറണം. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നമ്മൾ നശിപ്പിച്ച കാലാവസ്ഥേനെ നമ്മളെ കൊണ്ടുവരുന്ന തിരിച്ച് അതനുസരിച്ച് പണി നമുക്ക് ചെയ്യാൻ പറ്റും. ആധുനിക രീതിയിലേക്ക് മാറണം. നെൽകൃഷി ഉണ്ടാക്കാം, പൊന്നു വിളയിക്കാം, ഇവിടെ മത്സ്യബന്ധനത്തിൽ കൂടെ നിറക്കാം. ഒന്ന് പറയണമെന്ന് കേട്ടാൽ പിന്നെയും ഇവർ മത്സ്യം തിരികെ പിടിക്കാൻ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു. മത്സ്യങ്ങൾക്ക് അറിയാൻ പറ്റിവരിക. ഞാൻ ജോയിൻ്റ് ഡയറക്ടർമാരടക്കം മീറ്റിംഗിൽ അവർ പറഞ്ഞത് മത്സ്യങ്ങളെ പേരിൽ നിക്ഷേപിക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും മത്സ്യം നിക്ഷേപിച്ചാൽ അത് അവിടുത്തെ ആവശ്യത്തിന് തകർക്കും. എല്ലാ മത്സ്യങ്ങളും അവർക്ക് അറിയാൻ പറ്റിയ സൗകര്യം ചെയ്ത് കൊടുത്താൽ മതി.